നമുക്ക് ആലോചിച്ചു നോക്കൂ, ഇവിടെ എവിടെയാണ് സ്പർദ്ധയുള്ളത്? എവിടെയാണ് പ്രകോപനമുള്ളത്? എവിടെയാണ് ഇവിടെ രാജ്യദ്രോഹം മുദ്രാവാക്യങ്ങളിൽ ഉയർത്തുന്നത്? നമ്മൾ പറയുന്നത് ആകെ ഗസ എന്ന് പറയുന്ന, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ആ രാജ്യത്തിന് നീതി ലഭിക്കണം, അവിടെയുള്ള പിൻഗാമനകൾക്ക് നീതി ലഭിക്കണമെന്നല്ലേ? അനീതിക്കെതിരെ ശബ്ദിക്കാൻ മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്ന, മനുഷ്യത്വമുള്ള, മനസ്സാക്ഷിയുള്ള ഏതൊരാൾക്കും അർഹതയില്ലേ? ഏതൊരാൾക്കും അതിനുള്ള അവകാശമില്ലേ? അത് മാത്രമാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. സത്യം അത് പുലരുക തന്നെ ചെയ്യും. മിഥ്യ പകരാനുള്ളതാണ്, അത് പകരുക തന്നെ ചെയ്യുമെന്ന്. ആലോചിച്ചു നോക്കൂ, സത്യം എന്ന് പറയുന്നത് ഫലസ്തീനാണ്. അധർമ്മം, അനീതി, അസത്യം എന്നൊന്നുണ്ടെങ്കിൽ, ധിക്കാരം എന്നൊന്നുണ്ടെങ്കിൽ, അക്രമം എന്നൊന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ എന്ന് പറയുന്ന ചെമ്മാടി രാജ്യമാണ്. ആ അധർമ്മം, ആ അസത്യം, ആ അനീതി അത് തകരുക തന്നെ ചെയ്യും. സത്യം തന്നെയാണ് എന്നും ജയിച്ചിട്ടുള്ളത്, അത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീനിന് എല്ലാവിധ ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെയും സഹോദരങ്ങളെയും ഫലസ്തീനിന് വേണ്ടി ഐക്യദാർഢ്യപ്പെടുവാനും മൗനം വേദിച്ച് അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കുവാനും അവരെ ഒന്ന് മനസ്സിൽ ആലോചിക്കുവാനും ഒക്കെ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതുവരെയും ഫലസ്തീനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്.